ദശകം 7 ശ്ലോകം 7. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനത്യാസിതം ഫാസോത്കോടിലസത്കിരീടകടകാദ്യാകൽപ്പതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്തകൗസ്തുഭമണിച്ഛായാരുണം കാരണം വിശേഷാം തവ രൂപമക്ഷതവിധി തത്തേ വിഭോ പാതുമേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ ദശകത്തിൽ ഈ ശ്ലോകത്തിൽ ആ ബ്രഹ്മാവ് വൈകുണ്ഠത്തിൽ കണ്ട ആ ഭഗവാന്റെ രൂപമാണ് വർണ്ണിക്കുന്നത്. തത്രൈവം ഈ വിധത്തിൽ പ്രതിദർശിതേ നിജപദേ കാണിച്ചു കൊടുത്ത സ്വന്തം സ്ഥാനത്ത് രത്നാസനത്യാസിതം ആ രത്നം പതിച്ച സിംഹാസനത്തിൽ ഇരിക്കുന്നതും ഫാസത് കോടി ലസത് 1000 കോടി സൂര്യൻ്റെ പ്രഭയോടു കൂടിയ കിരീടവും കടക ആദി കടക ആഭരണങ്ങളോടും ആദി മുതലായ ആഭരണങ്ങളോടും കൽപ്പദീപ്രാകൃതി അതിൻ്റെ ശോഭയോടും കൂടിയതും ശ്രീവത്സാങ്കിത മാത്ത കൗസ്തുഭമണി ശ്രീവത്സം എന്ന ഭഗവാന്റെ മാറത്തുള്ള ആ മറുകിൻ്റെ മാത്ത അണിഞ്ഞിട്ടുള്ള കൗസ്തുഭമണി ആ രത്നം പതിച്ച ആ രത്നത്തിൻ്റെ മണിയും ആ മണിയുടെ ഛായാരുണം കാരണം ശോഭ കൊണ്ട് ചുവപ്പ് രൂപം കൂടി കലർന്നിട്ടും വിശ്വങ്ങൾ മുഴുവനും തപരൂപ മൈഷത വിധി ഭഗവാന്റെ രൂപം ലോകം മുഴുവൻ ഉണ്ടായ ആ ബ്രഹ്മത്തെ ആ ഭഗവാന്റെ രൂപത്തെ മൈഷത വിധി വിധി തവരൂപ മൈഷത ആ രൂപത്തെ കണ്ടു. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ രൂപത്തെ കണ്ടു. തത്തേ വിഭോ പാതുമേ എൻ്റെ മനസ്സിലും ആ രൂപത്തെ കാണിച്ചു തരയണമേ, എൻ്റെ മനസ്സിലും ആ രൂപം തെളിഞ്ഞു വിളങ്ങണേ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. രത്നം പതിച്ച സിംഹാസനത്തിലിരിക്കുന്ന ആ ഭഗവാനെ കോടി സൂര്യൻ്റെ പ്രഭയോടുകൂടിയ കിരീടമണിഞ്ഞതും ആദി ആഭരണങ്ങൾ കടക ആദി ആഭരണങ്ങളുടെ ശോഭയോടും കൂടിയ ശ്രീവത്സം എന്ന മറുകും അണിഞ്ഞിട്ട് ആ കൗസ്തുഭമണിയും അവിടെ ശോഭ കൊണ്ട് ചുവപ്പ് നിറത്തോടു കൂടി കലർന്നിട്ടും ഉള്ള ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മത്തെ ആ ഭഗവാനെ ബ്രഹ്മാവിന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. ആ രൂപം എന്നിലും വിളങ്ങണമേ എന്നാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ പറയുന്നത്.